മലപ്പുറം വഴിക്കടവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 വീടുകൾക്ക് കേടുപാട്. വയനാട് നെയ്ക്കുപ്പയിലും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. വയനാട് നെന്മേനി ചീരാലിൽ വളർത്തുനായയെ പുലി കടിച്ചുകൊന്നു. മലപ്പുറം വഴിക്കടവ് ആനമരിക്കുണ്ടിലാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ഇന്നലെ രാത്രിയുണ്ടായ ആക്രമണത്തിൽ 2 വീടുകൾക്കും പശുത്തൊഴുത്തിനും കേടുപാടുകൾ പറ്റി. രാവിലെയും ആന പ്രദേശത്ത് നിലയുറപ്പിച്ചതായി പ്രദേശവാസികൾ പറയുന്നു. വയനാട് നെയ്ക്കുപ്പയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കാർ ഷെഡും നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും തകർന്നു. വയനാട് നെന്മേലി ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണമുണ്ടായി. വളർത്തുനായെ പുലി കൊന്നു. ഇന്നലെയും പുലിയെ കണ്ടുവെന്ന് ബൈക്ക് യാത്രക്കാർ പറയുന്നു. നിരവധി വളർത്തുമൃഗങ്ങളെയാണ് ഇതിനകം പുലി കൊന്നത്. പാലക്കാട് മലമ്പുഴയിലും പുലിയിറങ്ങി. മലമ്പുഴ ചെറാട് ശാസ്താനഗറിൽ ജനവാസ മേഖലയിലാണ് പുലിയിറങ്ങിയത്. CCTV ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. തമിഴ്നാട് വാൽപ്പാറയിൽ പിടികൂടിയ നരഭോജി പുലിയെ കാട്ടിൽ തുറന്നുവിട്ടു. ടോപ്പ് സ്ലിപ്പ് വനമേഖലയിലാണ് തുറന്നുവിട്ടത്. ഇന്നലെ രാത്രിയാണ് പുലി കൂട്ടിലായത്. കഴിഞ്ഞയാഴ്ച 6 വയസ്സുകാരിയായി റോഷ്നിയെ പുലി കൊലപ്പെടുത്തിയിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.